നിങ്ങളിപ്പോ ആരും വിളിക്കണ മാഷേ? രാഘവ മാഷ് എടുക്കണില്ലേ? റിങ്ങയുണ്ട്, എടുക്കില്ല. മനപ്പുറവും അറിയണ്ടാവും, വേണോന്ന് വെച്ചെടുക്കാതിരിക്കുക. ഉണ്ണി മാഷ് വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫ്. എല്ലാ മാഷുമാരോടും നിർബന്ധമായിട്ട് ഇന്ന് രാവിലെ എത്തണമെന്ന് ഞാൻ പറഞ്ഞ മാഷെ തന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഇതേമാതിരി ഓരോരുത്തരും ഞാനും ഓർമ്മപ്പെടുത്തിയതാ. ഒരാളിന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ രണ്ടാളും? ഒന്ന് പുറത്തിറങ്ങി നോക്കി, എത്ര കുട്ടികളെ വന്നിരിക്കണ അറിയാം. പല കുട്ടികൾ അവിടെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കണം. അവർക്കുള്ള ഒരു ഇത് നമ്മുടെ അധ്യാപകർക്ക് വേണ്ടേ? ഒരു കാര്യം ഞാൻ പറയാം, നാളെ ഞങ്ങളെ രണ്ടുപേരെയും വെച്ച് സ്കൂൾ നടത്താന്ന് വിചാരിക്കണ്ട, സാറന്മാര് വേണം ഇവിടെ. അതെന്താ മാഷ അങ്ങനെ പറയണേ? നിങ്ങളെ രണ്ടാളെ വെച്ചിട്ട് എനിക്ക് ക്ലാസ് നടത്താൻ പറ്റുമോ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നിപ്പോ ഈ മീറ്റിങ്ങിന് വരാത്ത അധ്യാപകരുടെ വീട്ടിലൊക്കെ നമുക്കൊന്ന് പോകാൻ പറ്റുമോ? ഞാൻ ഫ്രീയാ, ഞാൻ വേണമെങ്കിൽ മാഷ കൂടെ വരാം. അതൊരു നല്ല കാര്യമാണ്. മാഷ പോയാലോ? അല്ല മാഷെ, എനിക്ക് വേറൊരു ചെറിയ അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒന്ന് ഒഴിവാക്കി തന്ന. ശരി ശരി ശരി, പക്ഷെ നാളെ അങ്ങനെ വരുത്, കാലത്ത് നേരത്തെ എത്ര. പിന്നെ എത്തും. എന്തിനാ സാറേ, ഞങ്ങളുടെ ക്ലാസ്സിന്റെ ബെഞ്ചിൽ ചെതലടിച്ചിരിക്കുന്നു. ചെതലടിക്കേ? എടാ ചെതല് പിടിക്കുക, അതും കൂടി ശരിക്കും പറയാറില്ല. സാറേ, അത് മാത്രല്ല, ഞങ്ങളുടെ ക്ലാസ്സിന് മുകളിൽ ഒരു വലിയ തേനീച്ചക്കൂട്ടുണ്ട്. അയ്യോ, അതിലേക്കൊന്ന് പിള്ളേര് കല്ലെടുത്തറിയാതെ നോക്കണം. അത് മാത്രല്ല, 8B ഒരു വലിയൊരു പൊത്തുണ്ട്. ചേരയും പാമ്പറ്റ പറഞ്ഞ എന്താക്കും മാഷേ? മൊത്തത്തിൽ ഇന്നിപ്പോ എത്ര പേര് വന്നിട്ടുണ്ട്? സാറേ, ഒരു 10-18 പേര് വന്നിട്ടുണ്ട്. എന്നാ അവരോടൊന്ന് ക്ലാസ് കയറരുത് പറയട്ടാ. അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഒന്നാമത് അവരോടൊക്കെ പോകാൻ പറയാല്ലേ മാഷേ? പോയിക്കോട്ടെ പോയിക്കോട്ടെ, നമ്മളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നാളെ വന്നാൽ മതി. നാളെയല്ലേ ക്ലാസ് തുടങ്ങണേ, അപ്പൊ എല്ലാവരോടും നാളെ വരാൻ പറഞ്ഞാൽ മതി. നമുക്ക് പോയിട്ട് വരാത്ത മാഷ്മാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടുവരാം. സാറേ, ഞങ്ങളും കൂടെ വരട്ടെ? എങ്ങോട്ട്? അല്ല, സാറന്മാരെയൊക്കെ ഒന്ന് കാണാനായിട്ട്. എടാ അതിപ്പോ നാളെ മാഷ്മാരും ഇങ്ങോട്ട് വരില്ലേ, അപ്പൊ കണ്ടാ പോരെ? സാറേ, അതല്ല, കുറെ നാളായില്ലേ മാഷുമാരെയൊക്കെ കണ്ടിട്ട്. എന്നാ പിന്നെ ഒരു പോന്നോട്ടെ. പോരെ പോരെ. മാഷെ നാളെ രാവിലെ മറക്കരുത്, ഞങ്ങളിന്ന് പോയി ഇവരെ കണ്ടിട്ട്. വാ പോര്. ഒരു കൊച്ചു ചുംബനത്തിൻ മണിപുഷ്പ പേടകത്തിൽ ഒരു പ്രേമവസന്തം നീ ഒതുക്കിയല്ലോ. അതിനുള്ളിൽ തുളുമ്പിയ മകരന്ത കണങ്ങളിൽ അഭിലാഷ സാഗരങ്ങൾ തുളുമ്പിയല്ലോ. ഒരു കൊച്ചു ചുംബനത്തിൻ മണിപുഷ്പ പേടകത്തിൽ ഒരു പ്രേമവസന്തം നീ ഒതുക്കിയല്ലോ. അതിനുള്ളിൽ തുളുമ്പിയ മകരന്ത കണങ്ങളിൽ അഭിലാഷ സാഗരങ്ങൾ തുളുമ്പിയല്ലോ. ഒരു കൊച്ചു ചുംബനത്തിൻ. ആ റിമോട്ടിനെടുത്ത് റിമോട്ടിനെടുത്ത്. അപ്പൊ എന്തിനാ നിർത്തിയത്? നിങ്ങൾക്ക് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ല. എവിടെയെങ്കിലും വേനുണ്ടോ? ഇല്ല. ഒരു പ്രശ്നമില്ലല്ലോ. ഇല്ലാന്ന്. പിന്നെ ഈ റിമോട്ട് എടുക്കാൻ എന്നെ അവിടുന്ന് ക്ഷണിച്ചു വരുത്തണോ? നിനക്ക് ആ റിമോട്ട് ഒന്ന് എടുത്ത് എന്റെ കയ്യിൽ തന്നെന്താ കുഴപ്പം? ഇതൊന്ന് കൈ നീട്ടി എടുക്കാൻ എന്ത് പറ്റും? എന്റെ പൊന്നു പണ്ടു, നിന്നോട് ഞാൻ വഴക്കിനും പക്കാണത്തിനും ഒന്നും വരുന്നില്ലല്ലോ. ഞാനൊരു പാവം പിടിച്ചനെ എവിടെയെങ്കിലും ഇരിക്കുന്നു കിടക്കുന്നു, ഇത്രയല്ലേ ചെയ്യുന്നുള്ളൂ. ഇതൊന്നും നിനക്ക് പറ്റുന്നില്ലേ? അതും പറ്റണില്ല. നിങ്ങൾ ഈ മടി പിടിച്ച് കിടക്കണെന്താന്നേ? ഞാനിനി എന്ത് വേണം അത് പറ. നീ നാളെ സ്കൂളിൽ പോണ്ടാണോ? സ്കൂളിൽ ഞാൻ പോണില്ല. പോണില്ല. ഏട്ട നാളെ സ്കൂള് തുറക്കൂന്ന്. അവിടെ പോയ 10-60 കുട്ടികളുടെ ആ ക്ലാസ്സിൽ എല്ലാം കൂടെ അങ്ങ് ഒച്ചിട്ട് കഴിഞ്ഞ കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെയും എനിക്ക് തല പെരിക്കും. അപ്പൊ ഇനി പഠിപ്പിക്കാൻ പോണില്ലേ? പഠിപ്പിക്കാനൊന്നും ഞാൻ പോണില്ല. അപ്പൊ ശമ്പളം വേണ്ടാന്ന് പറഞ്ഞോ? ശമ്പളം ഇല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ? പിന്നെ പഠിപ്പിക്കാൻ പോകാതെ ആര് ശമ്പളം തരും നിങ്ങൾക്ക്? അത് സർക്കാർ തന്നോളൂ. ഇത്രയും ദിവസം വെറുതെ ഇവിടെ കിടന്നങ്ങ് സുഖിച്ചു പോയി. പോയി ആ നോട്ടൊക്കെ എടുത്ത് വെച്ചേ. ഞാൻ സ്കൂളിൽ പോണില്ല നിന്നോട് പറഞ്ഞില്ലേ? എന്ത് കഷ്ടതെന്നോ. ആ കോളാമ്പീൻ എടുത്ത്. ആ കോളാമ്പീൻ എടുക്കുന്ന. എനിക്ക് ദേഷ്യം വരും കേട്ടോ മനുഷ്യ. ആ കോളാമ്പീൻ എടുത്ത്. ഇവിടെ കോളാമ്പി ഇല്ലെന്ന്. എന്താ അവിടെ തുപ്പടെ? എന്റെ ഏട്ടാ, അവിടെയൊക്കെ വൃത്തികേടായ ആരും ഒന്ന് വൃത്തിയാക്കും. മുറ്റത്ത് പോയേ, പോ, മുറ്റത്ത് പോ. എന്റെ വീടാണ്, ഞാൻ തുപ്പും. ഏട്ടാ, മുറ്റത്ത് പോവാൻ. ഇല്ല. അപ്പൊ ഈ ക്ലാസ്സില്ലാത്ത സമയത്ത് നീ സംശയം ഫോൺ ചെയ്ത് ചോദിക്കാറില്ല? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ വരും. നിനക്ക് ആദ്യം മുതലേ സംശയമല്ലേ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ സുഗത മാഷും മൊയ്തു മാഷൊക്കെ വരുന്നുണ്ടല്ലോ, അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്?
നിങ്ങളെ കാണാനായിരിക്കും. എന്തിനാ എന്നെ കാണാൻ പറഞ്ഞത്? നാളെ സ്കൂൾ തുറക്കല്ലേ, അത് പറയാൻ വേണ്ടിയായിരിക്കും. സ്കൂള് തുറക്കണ കാര്യം ടിവിയിലും പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അവര് ക്ഷണിക്കാൻ പറഞ്ഞ കാര്യമുണ്ടോ? ഏട്ടന്റെ മടി അവരറിഞ്ഞിട്ടുണ്ടാവും. എന്നൊരു കാര്യം ചെയ്യും, ഞാനിവിടെ ഇല്ലാന്ന് അവിടെ ചെന്ന് പറ. ഇല്ല, എന്റെ ഏട്ടാ എന്ത് പറഞ്ഞാലും നാളെ സ്കൂളിൽ പോയേ പറ്റൂ. ഞാനെങ്ങാനും ഇവിടെ ഉണ്ട് എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്തേക്ക് ഞാൻ ഈ ഫാനിന്റെ മുകളിൽ കെട്ടി തൂങ്ങിച്ചാവും. പറഞ്ഞ ഞാൻ ചെയ്യും. എന്താ ഏട്ടാ ഈ പറയണേ? പോയിട്ട് പറ, അല്ലേ പറ. ഞാൻ ഇങ്ങനെ അവരോട് പറയണേ? എന്താണ് ഇല്ലാന്ന് പറ. ഞാൻ ഇവിടെ മുമ്പ് ഒരിക്കലും വന്നിട്ടുണ്ട്. അല്ലേ? ഇതന്നെ വീട്. നിങ്ങൾ വരും. വാ, നമുക്ക് ചോദിച്ചോക്കാം. മാഷേ? എന്താ പണ്ടോതിരി കൊറേ കാലായില്ല കണ്ടിട്ട്. അതെ, കൊറേ നാളായി കണ്ടിട്ട്. കൊറോണ വന്നതിന് ശേഷം നമ്മൾ ആരും കണ്ടില്ല. ഇല്ലല്ല, പിന്നെ കേറണില്ലേ? അല്ല എവിടെ സത്യമാഷ അവിടെ? പിന്നെ മാഷേ, അതെന്താ അറിയോ, നാളെ സ്കൂൾ തുറക്കുകയാണല്ലോ. അപ്പൊ എല്ലാ മാഷന്മാരോടും നിർബന്ധമായിട്ട് സ്കൂളിലേക്ക് വരാൻ പറഞ്ഞതാ. അവിടേക്ക് ഒന്ന് ശുചീകരിക്കണം, ഭാവി കാര്യങ്ങൾ സംസാരിക്കണം. സത്യമാഷ വന്നില്ല, ഫോൺ ചെയ്തിട്ട് എടുക്കണമല്ലോ. അങ്ങോട്ട് വരണോന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അപ്പോഴാണ് അമ്മാവിന് വയ്യെന്നും പറഞ്ഞ് ഫോൺ വന്നേ. അതോ എവിടെയാണ്? ആശുപത്രിയിലേ. ഓ ശരി. എത്ര നാളായെന്നറിയോ മാഷിനെ കണ്ടിട്ട്? കുട്ടികൾക്കൊക്കെ കണക്ക് മാഷെ കാണാൻ വേണ്ട പൂതിയാണ്. അതെ, മാഷ് വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ഇനിയിപ്പോ വിളിക്കാൻ പറ്റില്ലെങ്കിൽ നാളെ നിർബന്ധമായിട്ടും വരണം. പറയാ. അല്ലെ, ഈ കോയ മാഷിന്റെ വീട് എവിടെയാ? മാഷിന്റെ വീടേ ഇവിടുന്ന് നേരെ പോയിട്ട് ആദ്യത്തെ ലെഫ്റ്റ് എടുത്താൽ മതി. അവിടെ നമ്മളെ റേഷൻ പീടിയുടെ അടുത്തല്ലേ? അതന്നെ. എനിക്കറിയാം. മാഷ് ഇതേപോലെ വന്നിട്ടില്ല, മാഷിനെ നേരിട്ടൊന്ന് കാണാനാ. ശരി ശരി, നടക്കും. ഈ മനുഷ്യനോട് ഞാൻ ഇനി എന്ത്? അല്ല മൊയ്തു മാഷേ, ഇതന്നെയല്ലേ കോയക്കാന്റെ പറമ്പ്? ഇതന്നെയാണ്. ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. ആ നിലവിളിക്കല്ലേ ഇതാ വരുന്നേ. കോയ മാഷല്ലേ ഇത്? അല്ലാ മൊയ്തു മാസം മാസം മാഷേ മാഷേ എന്തപ്പ എല്ലാരും കൂടെ ഇങ്ങട് അത് ശരി. നിങ്ങൾ അങ്ങോട്ട് കാണാണ്ടായ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരണ്ടേ? എങ്ങട് കാണാണ്ടായാല്? എന്താ മാഷ ഒന്നും അറിയാത്ത പോലെ? നാളെ സ്കൂള് തുറക്കല്ലേ, ഇന്ന് മീറ്റിംഗ് ഉണ്ട് പറഞ്ഞ് വരാൻ പറഞ്ഞല്ലേ? എന്താ ഇങ്ങള് പറയുന്നത്? ഇന്ന് മീറ്റിങ്ങോ? ആര് പറഞ്ഞേ? കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടപ്പോ പറഞ്ഞല്ലേ, പിന്നെ ഫോണും ചെയ്തില്ലേ ഞാൻ? പൊന്നാര സുഗതമാസ ധാരപ്പ ഇന്റെ ഇടയിൽ ഇതൊക്കെ ആലോചിക്കണേ. അങ്ങനെ മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഒന്ന് വിളിച്ചു പറയണ്ടേ നിങ്ങള്? ഇനിയിപ്പൊ ഇന്ന് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അത് പോട്ടെ. നാളെ സ്കൂൾ തുറക്കാണല്ലോ, നേരത്തെ കൂടെ എത്തിയാ മതി. നാളെ സ്കൂൾ തുറക്ക്? ആരോട് വെച്ചിട്ട്? ഇതെന്താ മാഷ ഒന്നും അറിയാത്ത പോലെ പറയുന്നത്? മാഷെ 9 മാസമായിട്ട് പൂട്ടിക്കിടക്കണല്ലേ, ഇതൊന്ന് തുറക്കണ്ടേ നമുക്ക്? പടച്ച റബ്ബ, ഞാൻ ആ ബംഗാളി ചക്കന്റെ തല ഞാൻ തല്ലി പൊളിക്കും. ഞാൻ നോക്കിക്കോളി. അതിന് ഓനെ പറഞ്ഞ അടുത്ത മാസം സ്കൂൾ തുറക്കണേന്ന്. നിങ്ങൾ ഈ ബംഗാളികളെ വർത്താനം കേൾക്കാൻ നിൽക്കണോ? കേരളത്തിൽ സ്കൂൾ തുറക്കാൻ നിങ്ങൾ പേപ്പർ വായിച്ചാ പോരാ, അല്ലെങ്കിൽ ടിവിയിലെ ന്യൂസ് കണ്ടാ പോരാ നിങ്ങൾക്ക്? തിന്നപ്പ ഈ പറയണ നാളേക്ക് വരാൻ പറ്റൂല കേട്ടോ. അപ്പൊ സ്കൂളിൽ കുട്ടികളെ ആരാ ഹിന്ദി പഠിപ്പിക്കണേ? അല്ല, ഹിന്ദി പഠിപ്പിക്കണ എന്റെ അല്ല അപ്പൊ അത്. ഇപ്പൊ എന്തപ്പ ചെയ്യ? മാഷ് പറഞ്ഞോ. അല്ലപ്പ ആരൊക്കെ നിങ്ങൾ നാളെ എന്തായാലും വരുമല്ലോ. നാളെ ഞാൻ വരുന്ന മാസം. എന്താ നിങ്ങള് പറഞ്ഞേ? ഈ 4-5 പശുക്കളിനെ പഠിച്ചിട്ട് ഞാൻ എവിടേക്ക് വരുന്ന പറഞ്ഞ നിങ്ങള്? നിങ്ങൾക്ക് ഇവിടെ 4-5 പശുക്കള്, അവിടെ 850 കുട്ടികളുണ്ട് നിങ്ങളെ കാത്തിക്കണേ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി മാസം. അതാ വരുന്നത്. നോക്ക് നിലവിളിക്കണ നോക്കണ്ട. ഉണ്ടാ പ്രാണികളാണ്. കുട്ടികളോട് കാര്യങ്ങളും പറഞ്ഞ മനസ്സിലാക്കാം. എന്താ ചെയ്യാ മക്കളെ? നിങ്ങള് മാസ് വരണ്ട് കേട്ടോ. നാളെ മാഷ അങ്ങോട്ട് വരണം. നാളെ ഞാൻ ഇല്ലേ, അതാണ്. നാളെ ഇല്ലെങ്കിൽ പിന്നെ മാഷ് സ്കൂളിലേക്കേ വേണ്ട. മാഷേ എനിക്ക് അത്രേ പറയുള്ളൂ. നാളെ ഞങ്ങൾ അവിടെ കാത്തുക്കും വരിക. വന്നില്ലെങ്കിൽ എന്താ ഉണ്ടാവുക അറിയാലോ, എന്നറിയാലോ. മാഷ് വന്നേ. പക്ഷെ വെറുതെ ഒരു ജോലി കളയാൻ നിൽക്കണ്ടല്ലോ. ഇത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെന്നായിരുന്നു നിർബന്ധിച്ചു കൊണ്ടുപോകാൻ പണി. ഇപ്പൊ അവരൊക്കെ വലത്താണല്ലോ നിങ്ങൾ അധ്യാപകര്. എടുക്കണ പണിയോടൊരു ആത്മാർത്ഥ കാണിക്ക്. വരി മക്കള് വരി. നാളെ പറഞ്ഞോട്ടോ. ചന്തി തന്നെ അടിച്ചു പൊട്ടിക്കും. നാളെ വന്നാ മതി. ഇതൊന്നും നേരാവണില്ല പടച്ചോനെ. അതേമാതിരി തന്നെ എല്ലാത്തിന്റെയും സ്വഭാവം. ഒരാള് നന്നാവണ് കണ്ടുകൂടാ. അതാ വരഞ്ഞ് നിങ്ങളോടൊന്നും ആർക്കും താല്പര്യമില്ല. വരുന്നു നിലവിളിക്കല്ലേ. ജോസേട്ടാ, ഒരു 2008 പോളോ റെഡ് കളറ് ഫുൾ ഓപ്ഷൻ ആണെന്നേ. ചോറ് ഒരു 10-20 കിലോമീറ്റർ അത് ഓടിയിട്ടുള്ളൂ. നമുക്ക് കുറച്ച് ഇല്ല ഇവിടെ നമുക്ക് പോയി ഓടിച്ചു നോക്കാം. വണ്ടി ഫുൾ ഗ്യാരണ്ടി ആയിരുന്നേ. കാര്യല്ലേ പറയണ? ശരി എന്നാ. ചോറുണ്ടോ? ബിരിയാണി ഏതാ ഉള്ളത്?
പുറത്തൊരു ബോർഡ് വെച്ചേക്കണ നീ കണ്ടായിരുന്നോ? വീട്ടിലെ ഊണ് കണ്ടായിരുന്നാ? വായിച്ചായിരുന്നാ? നീ ബിരിയാണി കഴിക്കുള്ളോ? ഉണ്ടെങ്കിൽ ടൗണിൽ ഞാനൊരു കട നോക്കിയിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞ് തുടങ്ങും. അവിടെ ബിരിയാണി എല്ലാ ഐറ്റവും ഉണ്ടാവും. നീ അപ്പോഴും വാ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. ഊണ് ഊണ് ഊണില്ല, ചോറും കറിയുള്ളൂ. തരാം. എങ്ങനെയാ ഇതെപ്പോ ഞാൻ കണ്ടില്ല. അയ്യോ ഇല ഇല്ല. എന്തൊക്കെ കഴിച്ചേ? ഇന്നലെ കഴിച്ചാണ്. ഇവിടെ നീ ഇന്നലെ എന്തോ കഴിച്ചത് ഞാൻ എങ്ങനെ ഓർക്കണേ? ഇന്നലെ ഞാൻ എത്ര വാങ്ങി? ഇന്നലെ 120. അപ്പൊ ഇന്നും അത് തന്നെ ചോറ്. അങ്ങനെയൊന്നും ഇവിടെ കൂടൂല. നാളെ വരുമല്ലോ. അയ്യോ ഇവിടെ ഇല ഇല ഇല. തരാം തരാം, എല്ലാം തരാം. താ ജോസേട്ടാ ഇല്ല, ഊണ് കഴിച്ചു കഴിഞ്ഞില്ല. ഇവിടെ ഭയങ്കര തിരക്കാണെന്ന്. ഈ ചോറിട്ടിട്ട് കറി ചോദിച്ചിട്ട് 1/2 മണിക്കൂറായി. അല്ല വണ്ടി ഞാൻ എടുത്തു തരാം, ഇന്ന് തന്നെ പോകാം. റെഡിയായി നിന്നോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം കേട്ടാ. ശരി. ചേട്ടന് വണ്ടി കച്ചവടമാണോ? അങ്ങനെയില്ല, ജോലിയുണ്ട്. പിന്നെ ഇപ്പൊ ഫ്രീ ആയോണ്ട് ഒന്ന് സൈഡായിട്ട് ഉണ്ടല്ലേ. നിനക്ക് ഉള്ളതിൽ ഏറ്റവും വലിയ ഇലവൊക്കെയാണ് ഞാൻ എടുത്തത്. നിന്നെന്നും വയറും മനസ്സൊക്കെ നിറച്ച് വിടും ഞാൻ. ചേട്ടാ അറിയില്ല ചേട്ടാ. ചോറ് വന്നില്ല, ഇനിയാ കറി ഇനി പിറകെ വരും. ഇവിടെ ചോറ് പോലും കിട്ടിയില്ല. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് കിടന്ന് ഇത്ര 4 കൂട്ടം കറിയും ചോറും ഉണ്ടാക്കി കൃത്യസമയത്ത് നിന്ന് തരുന്നില്ല. എന്നിട്ട് പിന്നെ നേരം ഇത് തരാം പ്യാരിജാതൻ സാറേ, തരാന്നേ. അടങ്ങുന്നു. എന്തെങ്കിലും ഒന്ന് ഒഴിക്കത് ഒരു പിടി തിന്നിട്ട്. നല്ല മോരുണ്ട്, മോര്. ചേട്ടാ ഇവിടെ ഒഴിക്കുക ചേട്ടാ. നീയാ കഴിച്ചോണ്ടിരിക്കുന്നവർക്ക് കൊടുക്കട്ടെ. വീട്ടില് ഭാര്യ പോലും ഇങ്ങനെ വിളമ്പി തരൂല ഈ ഇത്തരം സൗകര്യത്തില്. അതാ ഇവിടെ നിന്നും കഴിക്കണവര് പറയട്ടെ. ചേട്ടാ മീൻചാറ്. ഇത് മീൻചാറ് തന്നെ കഴിക്ക്. അവിടെ വറുത്തത് ഫ്രൈ. എന്ത് വേണം? ഫിഷ് ഫ്രൈ. ഫിഷ് അത് വേണം. ആവോലിയും ഉണ്ട്, നെമ്മീനുണ്ട്, കരിമീനുണ്ട്, ചാളയുണ്ട്, നൊത്തോലിയുണ്ട്. ചേട്ടാ സ്രാവുണ്ട് ചേട്ടാ. സ്രാവുണ്ട് കടലില്. ഇവിടെ ഉള്ള മീനിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നീ ഇല്ലാത്ത മീനിന്റെ കാര്യം പറഞ്ഞു ഞാൻ എന്തോ ചെയ്യും? ചോദിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞ കടലിലേ ഉള്ളൂ. അതെ, ആ ചാട്ടം മാത്രമേ ഉള്ളൂ. ഉള്ളു പൊള്ളയാണ്. ഉള്ളു പൊള്ളയെന്നും അല്ല, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ മഹാ മോശമാണ്. പിന്നെ വറുത്ത മീൻ ഇതാ ഇപ്പൊ എടുത്തിട്ട് വരാം. ഇട്ടേക്കണം, ഇപ്പൊ എടുത്തിട്ട് വരാം. ശാരദ ഒരു ഊണ് വാങ്ങിച്ചതാണ്, ലോൺ എടുത്തോലേ ഗഡുക്കളായിട്ട് സാധനം കിട്ടുന്നത്. ദൈവമേ, സൂതമാഷും പിള്ളേരും അല്ല വന്നത്. ഈറ്റിക്കയിലല്ലേ ഇയാള്. അല്ല ഇവിടുത്തെ ആളെവിടെ? എന്റെ കുഞ്ഞെ കേട്ടാ, ഊണ് കഴിക്കാനാണെങ്കിൽ വേറെ ഹോട്ടലിൽ പോക്കും. എന്നെ കട്ട വാങ്ങിച്ചു. ഇന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ കിട്ടുള്ളൂ. അല്ല ഊണ് കഴിക്കാനല്ല, ആളെനൊന്ന് കാണാനാ. അതെ, ഊണ് കഴിക്കാനാണെങ്കിൽ ഇച്ചിരി സമയം നിൽക്കേണ്ടി വരും. പക്ഷേ ഇവരൊന്ന് എഴുന്നേക്കണം. നിങ്ങൾക്ക് ഊണ് കഴിക്കണടാ? മക്കളെ നല്ല ഊണാണ്, അടിപൊളി സൂപ്പർ ഊണ്. അല്ല മാഷിന്ന് എന്ത് പണി കാട്ടി? എന്ത് ചെയ്തു? മാഷ് എന്താ സ്കൂളിൽ വരാൻ? സ്കൂളിൽ എന്ത് പറ്റി? സ്കൂളിൽ എന്ത് പറ്റിയെന്നു? എന്താ മാഷത്? നാളെ സ്കൂൾ ഓർക്കില്ലേ? ഇന്നവിടെ ഹെഡ് മാഷ് മീറ്റിംഗ് വിളിച്ചല്ലേ? മാഷ് വന്നോ? മീറ്റിംഗ് ഇന്നായിരുന്നോ? മാഷെ ഞാൻ മറന്നുപോയി, സോറി കേട്ടോ. ഇവിടെ ഇതെല്ലാം ഒപ്പിക്കണവര് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, സഹായത്തിന് ആരുമില്ല. എന്ത് വർത്തന മാഷങ്ങളീ പറഞ്ഞേ? അല്ല അതെ മാഷെ നിർബന്ധിക്കണ്ട. മാഷിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, നാളെ വരണമെന്നില്ല. കച്ചവടം നടക്കട്ടെ. അതാ നല്ലത്. നാളെ അല്ല, മാഷ് പിന്നെ ഒരിക്കലും സ്കൂളിലേക്ക് വരണ്ട. മാഷിന്റെ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടേ ഇവിടെ വല്ല ഹോട്ടൽ പണിയൊക്കെ എടുത്ത് നടന്നാൽ മതി. അല്ല ഇനി മാഷായിട്ട് തുടരണമെന്നുണ്ടെങ്കിൽ നാളെ നേരത്തെ സ്കൂളിലെത്തണം. എനിക്ക് അത്രേ പറയുള്ളൂ. മാഷേ ഒന്ന് ചിന്തിക്കട്ടാ, ഞങ്ങളെല്ലാവരും സ്കൂളിലുണ്ടാവും. വാ മക്കളെ. അതെ, വറുത്ത മീൻ ചോദിച്ചവരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. മീൻ വറുത്തോണ്ടിരുന്നപ്പോ ഗ്യാസ് ചതിച്ച് അടുപ്പ് ഓഫായി അരവേവിൽ കിടക്കുകയാണ്. വറുത്ത മീൻ നാളെ തരാം. ഇന്ന് എല്ലാവരും മീൻ കറി വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അധ്യാപകനാണല്ലേ? ആണെങ്കി എന്താ? നീ വിജയന്റെ മോനല്ലേ? നിന്റെ തന്ത വിജയന്റെ അടുത്ത് പോയി ചോദിച്ചു മന്മഥൻ മാഷ് ആരാണെന്ന്. ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ അവനെക്കാളും തലതെറിച്ചോനാണെന്താ? മര്യാദക്ക് ഒരു പറ്റ് പോലും ബാക്കി വയ്ക്കാതെ തിന്നോണം. നിനക്ക് കറിയില്ല, ഒന്നുമില്ല. തിന്നോണം, നോക്കിക്കോണം. തിന്നിട്ടേ അവിടെ നടക്കാവും.
അല്ല ഇവിടെ ഇരുന്ന മറ്റേ പ്യാരി മാഷ എവിടെ? അയാൾ മാഷാണോ? മന്മമാഷേ, ആ എന്താ സൂതമാഷും പിള്ളേരും കൂടി വന്ന്? മാഷിതെവിടെ പോയത്? ഞാനവിടെ മാറിയെന്നാണ് എനിക്ക് തോന്നി. അതെ, ആ നാളെ സ്കൂൾ തുറക്കണം. ഇന്നതിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. ഓ, ഞാനത് അങ്ങോട്ട് വിട്ടു. ഈ കച്ചവടത്തിന്റെ ഒരു തിരക്കില്ലേ, സ്കൂള് മനസ്സിൽ പ്യാരി മാഷെ, നിങ്ങൾ ചെറിയൊരു വണ്ടി കച്ചവടം അല്ലേ? അതിനിടയ്ക്ക് ഈ മീറ്റിംഗ് ഒക്കെ പോകുന്ന അറ്റൻഡ് ചെയ്യണ്ടേ? ഞാനൊരു പ്രസ്ഥാനമാണ് ഇവിടെ നടത്തുന്നത്. അല്ല, എന്നിട്ട് എന്താ മീറ്റിംഗിൽ പറഞ്ഞത്? മീറ്റിംഗിൽ പറഞ്ഞാൽ നാളെ എല്ലാവരും കൃത്യമായിട്ട് സ്കൂളിൽ ചെല്ലണം. എന്നിട്ട് മാഷ് പോകണ്ട? ആ പിന്നെ പോണം, പോയില്ലേ പണി പോകുന്നു. എന്നാ ഒന്ന് ചെന്ന് തല കാണിച്ചേക്കാം. പോവല്ലേ? ആ പോവാ. ഞാനാണെ ചോറും തിന്ന് തീർത്തില്ല. വേറെ ആരോ തിന്നത്? ഇല്ല ഇല്ലല്ലേ? വേണ്ട, ഞാനേ ചിലപ്പോ മാഷ് എന്റെ വീട്ടിലൊക്കെ ആയിരിക്കും പോയേക്കണത്. ഒന്ന് ചെന്ന് കണ്ടേക്കാം, പണി കളയണ്ട അല്ലേ? എന്റെ മന്മഥ മാഷ, നിങ്ങൾ എന്താണ് ഈ മറ്റേ തീക്കനലിലെ ചവിട്ടിയെ പോലെ തുള്ളിച്ചാടി നിൽക്കണം? ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്ക്. എന്റെ മാഷെ, ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങിയ ഒരു സംരംഭമാണ്. 1-2 പേർക്കല്ല, ദിവസം 100 പേർക്കാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്. ഇന്നത്തെ ദിവസം ആ ഭക്ഷണം തുടങ്ങിയ അവര് പട്ടിണിയാവൂലേ? മന്മഥ മാഷേ, ഒരു ഹോട്ടലിലെ ആൾക്കാർ പറയുമ്പോ അവിടെ ഭക്ഷണം ഇല്ലാച്ചെങ്കിൽ അവര് വേറെ ഹോട്ടലിൽ പോയിട്ട് നിന്നോളൂ. അതേമാതിരിക്കാണോ എന്റെ കുട്ടികളുടെ സ്ഥിതി? മാഷിന്റെ കുട്ടികളൊക്കെ ഗൾഫിലല്ലേ? ആ കുട്ടികളല്ല, എന്റെ പൈക്കുട്ടികളുടെ കാര്യം പറഞ്ഞു. പൈക്കുട്ടികളുടെ കാര്യം പറഞ്ഞു. തിന്നുണ്ടേ? ഞാൻ ചെയ്യണ അന്നദാനമാണ്. അന്നദാനം മഹാദാനം. എന്താ വെറുതെ കൊടുക്കുക? എന്തെങ്കിലും കായ് ചോദിക്കണില്ലേ? ചെറിയ പൈസക്കല്ലേ കൊടുക്കുന്നത്. ആ ചെറിയ പൈസക്കാച്ചെങ്കിൽ പിന്നെ അത് കച്ചവടം തന്നെ. അതെങ്ങനെ അന്നദാനാണ്? മന്മമാഷ് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഊണ് മേടിക്കണവർക്ക് ഇച്ചിരി മീൻചാറ് ഫ്രീ ആണ്, എനിക്കറിയാതെ. വാർത്തന്റെ പൊടിയും കൊടുക്കാറുണ്ട്. എന്താ മാഷങ്ങൾ പറയുന്നത്? ലോക്ക്ഡൌൺ സമയത്ത് നിങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ പല ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ ക്ലാസ് തുടങ്ങി, നിങ്ങളൊക്കെ അധ്യാപകരാണ്. എല്ലാവരും ഇന്നു മുതൽ സ്കൂളിലുണ്ടാവണം. ഇനി ഒന്നും ഞാൻ പറയാനില്ല, പറച്ചിൽ നിർത്തി. എടുത്തുചാടി രാജിവെക്കണം, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ആര് രാജിവെച്ചു? എനിക്ക് പറയാനുള്ള ഇതിലുണ്ട്. മാഷ് വായിക്കും. സമർപ്പണം. കുടുംബപരമായ ചില അടിയന്തര കാരണങ്ങളാൽ എനിക്ക് ഇന്നു മുതൽ 12 പ്രവൃത്തി ദിനങ്ങളിൽ സ്കൂളിൽ ഹാജരാവാൻ സാധിക്കില്ല. 12 ദിവസത്തെ ആകസ്മിക അവധി അനുവദിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. എന്താണ് മന്മോഹൻ സാറേ ഇത്? നിങ്ങൾ എന്ത് കുട്ടിക്കളി കളിക്കുക? 10 മാസങ്ങൾ വീട്ടിലിരുന്നില്ലേ? എന്താണ് മാഷെ? ഇപ്പൊ സ്കൂൾ തുറന്ന് കുട്ടികളൊക്കെ ഇവിടെ എത്തിയപ്പോ നമ്മൾ അധ്യാപകരൊക്കെ ഞാൻ KIR പറഞ്ഞിട്ടുള്ള നിയമപ്രകാരം എനിക്ക് അനുവദിച്ചിട്ടുള്ള അവധിയെ ഞാൻ ചോദിച്ചോളൂ. അതെനിക്ക് മാഷ് തരണം. അതെ സൂതമാഷേ, ഞാൻ എന്നും സ്കൂളിൽ വരക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്ന് 12 മണിക്ക് ഇന്നൊന്ന് അത്യാവശ്യം ഏറ്റവും വിടണം. അത്യാവശ്യമാണ്, അതുകൊണ്ടാണ്. ഇന്ന് എന്തിനാ 12 മണിക്ക് ഒഴിവ്? സാറേ, എന്റെ വീട്ടിൽ കറക്കാൻ പറഞ്ഞ കറവക്കാരന്റെ അമ്മാനച്ചൻ മരിച്ചു. അതിനിപ്പോ എന്തിനാ 12 മണിക്ക് പോകണം? അത് ഞാൻ അറിഞ്ഞു. അത് ശവടുക്കല് വൈകിട്ട് 5 മണിക്കാ. 4 മണിക്ക് സ്കൂള് വിട്ടിട്ട് പോയാൽ അത് കുഴപ്പമില്ല. ആ, അതിന് കർമ്മത്തിന് പങ്കെടുക്കാൻ വേണ്ടിട്ടില്ല. കറവക്കാരൻ വരില്ല, അപ്പൊ പയ്യനെ കറക്കണം 12 മണിക്ക്. അതിനാണ്. അപ്പൊ ഇന്നൊരു ദിവസം മാത്രം കടന്നാൽ മതിയാവും. ഇന്ന് എന്ന് പറഞ്ഞാല് ഇപ്പൊ 16 അടിയന്തരം വരെ ഇപ്പൊ അയാൾക്ക് വരാൻ പറ്റൂലല്ലോ, അയാൾ വരില്ല. അപ്പൊ 16 ദിവസം ലീവ് വേണം. അല്ല, ഉച്ചക്ക് 12 മണിക്ക് വിട്ടാതിയേ. സ്കൂള് വിടുന്നിട്ട് മുമ്പ് ഞാൻ ഇവിടെ എത്തൂല മാഷേ. അതെ, എനിക്ക് നിങ്ങൾ ആര് പറയണത് ഒന്നും കേൾക്കണ്ട. ഞാനും ആരോടും ഒന്നും പറയുന്നില്ല. ഇന്ന് മുതൽ എല്ലാവരും ഇവിടെ സ്കൂളിലുണ്ടായിരിക്കണം. അതെ, സൂതൻ സാറ് പറഞ്ഞതൊക്കെ ന്യായമാണ്. എല്ലാരും പറഞ്ഞു കഴിയട്ടെ എന്ന് ഓർത്ത് ഞാൻ ഇരുന്നാണ്. എനിക്കൊരു കാര്യം ഗൗരവമായിട്ട് പറയാനുണ്ട്. സാറിന്റെ മരുമോൻ ഒരു ഇന്നോവ കൊടുക്കാണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കച്ചവടമായ? അല്ല, ഒരു പാർട്ടി നമ്മുടെ അടുത്തുണ്ട് നല്ലത്. കുഞ്ഞമ്മയുടെ വീട്ടിൽ പോണം. പിന്നെ എന്തിനാ സ്കൂളിലേക്ക്? സത്യം മാഷേ, മാഷെ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി പുറത്തേക്ക് വിടരുത്. എന്തേ? ഭയങ്കര മടി. അല്ല, അപ്പൊ സ്കൂൾക്ക് വരാനാ മടി? എന്താ മൂപ്പർക്ക് അവിടെ പണിയപ്പോ? ഒരു പണിയില്ല, വെറുതെ കിടക്ക. എന്താ മാഷ ഇങ്ങനെ? മികച്ച അധ്യാപകനുള്ള അവാർഡൊക്കെ മേടിച്ച ആളല്ലേ? ഞാൻ സ്കൂളിലേക്ക് വരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുമല്ലോ. പക്ഷെ ഇവിടെ എന്റെ അടുത്ത് കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് നേരെ സ്കൂളിലേക്ക് പിടിച്ചോണ്ട് വന്നതാണ്. അത് ശരി. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. സ്കൂൾക്കാന്ന് പറഞ്ഞാൽ മാഷെ,
സത്യമാഷ് വന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. എന്റെ ക്ലാസ്സും കൂടെ സത്യമാഷ് എടുക്കും. എന്നെക്കാളും നന്നായിട്ട് എടുക്കും. കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്. എന്നാ പിന്നെ ഇനി മാഷ് വരണ്ട. മാഷ ഇത് 12 ദിവസത്തെ കാര്യ. ഇക്ക് 12 മണിക്ക് മാത്രം ഒന്ന് പോകേണ്ട കാര്യം. ഒന്ന് നിർത്ത് മാഷേ. മാഷ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ 10 മാസം ലോക്ക്ഡൌൺ ആയിട്ട് സ്കൂൾ തുറന്നിട്ടില്ല. ഈ 10 മാസം സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തന്നിരുന്നില്ല? ഈ വാങ്ങിയ ശമ്പളത്തിന് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്താ ചെയ്തത്? ഈ 10 മാസത്തിലിടയ്ക്ക് നിങ്ങൾ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടീനെ നിങ്ങൾ ഫോൺ ചെയ്തിട്ടുണ്ടോ? ആ കുട്ടിയുടെ പഠനകാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ആ വിദ്യാലയത്തിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ചുരുക്കം ചില അധ്യാപകർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാ നിങ്ങളോ? ഇതൊന്നും ശ്രദ്ധിക്കാതെ, ജോലിയോട് ആത്മാർത്ഥത കാണിക്കാതെ, സർക്കാരിന്റെ ശമ്പളം മേടിച്ച് വേറെ പല ബിസിനസ്സുകൾ പണത്തിന് വേണ്ടി ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യുന്നതേ കുട്ടികളോടുള്ള വഞ്ചനയാണ്, തൊഴിലിനോടുള്ള അനീതിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് മുതൽ എല്ലാവരും ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരിക്കും. മാഷേ, മാഷിപ്പോ ഈ പറഞ്ഞു വന്നിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പറ സത്യം സാറേ. ഞാൻ പോവാണ്. ഊണ് കൊടുത്തിട്ട് ഞാൻ കൊണ്ടുവരാണ്. ഇതൊന്നുമില്ല മാഷേ. ഇത് വേറെ ഇരുന്ന് ശമ്പളം മേടിച്ച് വീങ്ങിട്ടേ ഭ്രാന്തായി പോയതാ.